ഒരു അമ്മയായതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഒരു ഭാര്യയായിരുന്നു, ഒരു മകളായിരുന്നു, അതിൽ നിന്ന് പെട്ടെന്ന് ഒരു അമ്മയായി മാറി. അപ്പോഴത്തേക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ചുറ്റും മാറി മറിഞ്ഞത് അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും മാറി മറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഗർഭിണിയായിരുന്ന സമയത്ത് നിങ്ങളെ പരിചരിക്കാൻ ഒരു 100 പേരുണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ പ്രസവം അങ്ങ് കഴിഞ്ഞ സമയത്ത് തന്നെ കുഞ്ഞിനെ മതി എല്ലാവർക്കും. നിങ്ങളെ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? 80% അമ്മമാർക്കും ഇതേ പ്രശ്നം തന്നെയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞിന്റെ വരവ് ഒരു ആഘോഷമാക്കി എല്ലാവരും നന്നായിട്ടൊന്ന് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യുക, കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുക, കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം ചെയ്യും. പക്ഷെ അതേസമയം അവിടെ അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മ ആരാ നോക്കുന്നേ? അമ്മ ആരാ ശ്രദ്ധിക്കുന്നേ? അല്ലേ? അപ്പോൾ ഒരു 80% സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള വളരെ കഠിനമായ മാനസിക ബുദ്ധിമുട്ടിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും ഇത് നമുക്ക് എങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ മാനസികാരോഗ്യവും നമ്മുടെ ശാരീരിക ആരോഗ്യവും നമ്മുടെ കുഞ്ഞിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കറന്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയായപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ വളരെ ബുദ്ധിമുട്ടുള്ള ചില മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള ഈ ഒരു മാറ്റങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് പ്രഗ്നന്റ് ആവുന്നതും എൻ്റെ പ്രഗ്നൻസി ജേർണി ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ഈവൻ എനിക്ക് ഛർദിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞും പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും എൻ്റെ ബ്രദറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മ മരിച്ചു പോയതായിരുന്നു. എൻ്റെ ബ്രദറിന്റെ വൈഫ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് എൻ്റെ ബ്രദറിന്റെ വൈഫ് ഹൗസ് സർജൻസി ചെയ്യുന്ന അത് തീരാറായിട്ടുള്ള ഒരു ടൈമും ആയിരുന്നു. എൻ്റെ പ്രസവത്തിനൊക്കെ ആളുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് തിരിച്ചു പോവേണ്ടി വന്നു. ഒരാഴ്ച ആൾ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോയി. ഓക്കെ, അതിനുശേഷം അപ്പോൾ പിന്നീട് ഈ ഒരു സമയത്തിന് എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന കാര്യം ഒക്കെ ആയിട്ട് വീട്ടിൽ അച്ഛനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു 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 എന്താ പറയുക, ഒരു ഫീമെയിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആവശ്യം എന്തൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കതൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ അച്ഛനും ബ്രദറും എൻ്റെ ഹസ്ബൻഡും ഒക്കെ നന്നായിട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ചെയ്തു തരുന്നതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പരിധി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഞാൻ നല്ല രീതിയിൽ ഒരു മാനസിക സമ്മർദ്ദം ഞാനൊരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞിന് പ്രത്യേകിച്ച് 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുക്കുക. അപ്പൊ പാല് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഇരിക്കാൻ പറ്റാത്ത നടുവേദനയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പൊ ഓരോ 2 മണിക്കൂറും രാത്രിയും പകലും എന്നില്ലാതെ കുഞ്ഞിനെ ഉണർത്തി പാല് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടും. ആ സമയത്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഒന്ന് കുറച്ചു നേരം എന്താ പറയാ ഒന്ന് മാറ്റിയിരുത്തി. കാരണം കുഞ്ഞ് കൂടുതൽ എന്നോട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ കുഞ്ഞ് മറ്റൊരാളുടെ കയ്യിൽ പോവാനും സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു സമയമൊക്കെയാണല്ലേ. അപ്പൊ ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ചതാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്. ഇത്ര പോലും ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്ത അമ്മമാരും ഉണ്ട് എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു ഹസ്ബൻഡിന്റെ ഒരു സഹായം പോലും ചിലപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. അത് മാത്രമല്ല ഈ സമയത്ത് മറ്റൊരുപാട് പേര് അഡ്വൈസ് തരാനുണ്ടാവും. ഇങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നത്, ഇങ്ങനെയാണോ പാല് കൊടുക്കുന്നത്, നിനക്ക് പാലില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നേരിട്ടിട്ടുണ്ടാവാം. അപ്പൊ ഇത്തരത്തിലൊക്കെ നേരിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മദർഹുഡ് ജേണി ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊരു മദർഹുഡ് ജേണി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം? ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സായിട്ട് പോലും ഇപ്പോഴും നിങ്ങൾ ആ ലൂപ്പിൽ തന്നെ പെട്ട് കിടക്കുന്നുള്ളവരായിരിക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതിന്? അപ്പൊ പ്രധാനമായിട്ടൊരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈമിന്റെ ക്വാളിറ്റി, നിങ്ങൾക്ക് നല്ലൊരു അമ്മയാണ് എന്നുള്ള ഒരു സ്വയം തോന്നൽ നിങ്ങൾക്ക് വരുത്തിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഒന്നാമത്തെ കാര്യം. നമുക്ക് വളരെ നന്നായിട്ട് ഒറ്റപ്പെടൽ നമ്മൾ ഫീൽ ചെയ്യും അല്ലെ? അമ്മയായതിനു ശേഷം നമുക്ക് ആരുമില്ലല്ലോ, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, നമുക്കൊന്ന് മെന്റലി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള 1000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അത് സീക്ക് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ വളരെ അങ്ങ് എക്സോസ്റ്റഡ് ആയി പോവുക, നിങ്ങൾ തളർന്നു പോവുക, നിങ്ങളുടെ പാർട്ട്ണറോട് പറയുക, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുക, അല്ലെങ്കിൽ അമ്മയോട് പറയുക, ആരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആരാണോ അവരോട് പറയുക. എനിക്ക് ഇന്ന് ഭയങ്കര ഞാൻ ടയേർഡാണ്, ഞാൻ കുഞ്ഞിനെ എത്രയും നേരം ഞാൻ നോക്കുമായിരുന്നു, എനിക്ക് പറ്റുന്നില്ല, കുഞ്ഞിന്റെ കാര്യം എനിക്കിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ച് സമയം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളത് നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് ചോദിക്കുക. കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റുമുള്ളവർ വിചാരിക്കുന്ന എന്താ, ഓക്കെ അവൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കുഞ്ഞിനെ നോക്കുന്നു, കുക്ക് ചെയ്യുന്നു, ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ, അവൾക്ക് പറ്റിയിട്ടല്ലേ അവള് ചെയ്യുന്നേ, അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കൊണ്ടിട്ടാണ് അവൾ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കെന്താ, നമുക്കിതെല്ലാം ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടിട്ട് നമുക്ക് വയ്യെങ്കിലും, നമുക്ക് എന്താ പറയാ, ടയേർഡ് ആണെങ്കിലും സമയമില്ലെങ്കിലും പോലും നമ്മൾ ഇതെല്ലാം ചെയ്ത് ഒപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ അതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സഹായം വേണം എന്ന് തോന്നുന്ന ഒരു ടൈമിൽ നിങ്ങൾ അത് ചോദിക്കുക. അപ്പോഴേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, അവർക്ക് നമ്മൾ പറയാതെ ഒരു കാര്യവും പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുകളൊന്നുമില്ല. നമ്മൾ വിചാരിക്കും അല്ലെ ഇവരെന്താ മനസ്സിലാക്കാത്തെ. നമ്മൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പെണ്ണുങ്ങൾക്കുള്ളതുപോലെ കണ്ട് മനസ്സിലാക്കുക, കേട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു കഴിവൊന്നും ആണുങ്ങൾക്കില്ല. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ തുറന്ന് സംസാരിക്കും. എനിക്കിപ്പോൾ വയ്യ, ഒന്ന് കുഞ്ഞിനെ കുറച്ച് നേരം നോക്കൂ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്കിതിപ്പോൾ ചെയ്യാൻ വയ്യ, ഞാനത് പിന്നീട് ചെയ്തോളാം എന്ന് നിങ്ങൾ പറയുക. അങ്ങനെ നിങ്ങളൊരു ഹെൽപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഒരുപാട്, നിങ്ങളുടെ മെന്റലി ഉള്ള ഒരു ലോഡ് ഒരുപാട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തേത്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, ടേക്ക് യുവർ മീ ടൈം. നിങ്ങൾ മീ ടൈം എടുക്കുക. നിങ്ങൾ ഈ മീ ടൈം എന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയും പലരും പറയുന്നത് നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും, ഇതിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാരല്ലേ എന്തോ മീ ടൈം ഭയങ്കര സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ മീ ടൈം ഭയങ്കര സംഭവമാണ്. പക്ഷേ ഒരു മീ ടൈം എടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ എവിടെയെങ്കിലും ഒരു വെക്കേഷൻ പോകണം, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണം, എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷൻ ചെയ്യണം, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ ഡെയിലി ഒരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കൂ. നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യങ്ങളും ബാക്കി വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒന്ന് മറ്റൊരാളെ ഒന്ന് ഏൽപ്പിച്ചിട്ട് ഡെയിലി ഒരു 1/2 മണിക്കൂർ മാത്രം മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു 1/2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സീരീസ് കുറച്ച് നേരം കാണുക, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കുറച്ച് ഭാഗം കാണുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരയ്ക്കുകയോ, നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യണോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു കപ്പ് കോഫിയും കൊണ്ട് നിങ്ങളുടെ ബാൽക്കണിയിലോ നിങ്ങളുടെ വരാന്തയിലോ പോയി ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വളരെ ആസ്വദിച്ച് ഈ ഒരു കോഫി നിങ്ങളൊന്ന് കുടിച്ചു നോക്കൂ. നിങ്ങൾ കുറച്ചൊന്ന് സമാധാനം. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കുകയല്ല, നിങ്ങൾ ഇത് മൈൻഡ്ഫുൾനെസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഒന്ന് വളരെ ശാന്തമായിട്ട് നിങ്ങൾ ഈ ഒരു കോഫി ഒന്ന് കുടിച്ചു നോക്കൂ, ഒരു 1/2 മണിക്കൂർ വൈകിട്ട്. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മെന്റൽ ലോഡ് കുറയ്ക്കാനും നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സോഷൻ നിങ്ങൾക്ക് മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മീ ടൈം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ബേൺ ഔട്ടിങ് അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കുട്ടികളോട് വഴക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യും. ഇല്ലെങ്കിൽ കുഞ്ഞ് എന്ത് ചെയ്താലും നമ്മൾ വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. നമ്മുടെ ഹസ്ബൻഡ് എന്ത് ചെയ്താലും വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. അവർ ചോദിക്കും അല്ലെ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, എപ്പോഴും ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കും. കാരണം ഇത് നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ നമ്മൾ ദേഷ്യപ്പെടുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ എന്താ പറയാ, നമ്മൾ വേണം എന്ന് വെച്ചിട്ട് ആരോടും നമ്മൾ ദേഷ്യപ്പെടുത്തില്ല. നമ്മൾ അത്രയും എക്സോസ്റ്റഡ് ആയി മെന്റലി അത്രയും ലോഡ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് പാലിച്ചു നോക്കൂ. നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മമാരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അല്ലെ, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം, അല്ലെ, ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയാത്ത മറ്റേതെങ്കിലും ആൾക്കാരായിരിക്കാം. ഒക്കെയുള്ള പല ആൾക്കാരുമുണ്ടല്ലേ.
പക്ഷേ ഏകദേശം നിങ്ങളുടെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവരുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ ആയിരിക്കാം. കുടുംബശ്രീ പോലെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രായത്തിലുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ അതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഇപ്പൊ എൻ്റെ പ്രായത്തിലുള്ള എന്താ പറയാ അമ്മമാരുടെ ഒരു ഗ്രൂപ്പ്, അപ്പൊ അവർക്ക് എൻ്റെ കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇവരുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അവസ്ഥകൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണത്, അല്ലേ? എനിക്ക് ഇന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യമുണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ പറയുമ്പോൾ മറ്റൊരമ്മ പറയുകയാണ്, ഞാൻ ഇതുപോലൊരു സിറ്റുവേഷനിൽ കടന്നുപോയി, അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ടാണ് എനിക്കതിൽ നിന്ന് ഒന്ന് റിലീഫ് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം ചെയ്തപ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടായി, എനിക്ക് ഇന്നൊരു പ്രോബ്ലം ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റി. ഇതുപോലെ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുകയാണ്. ഈ കുട്ടികളെ വളർത്താത്തതും അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് അറിയില്ലാത്തതുമായിട്ടുള്ള റാൻഡം പീപ്പിളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്ന പോലെയല്ല. എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ പലതും വെച്ചിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ ഒരുപാട് ഐഡിയാസ് കിട്ടാനും നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനും, ഒരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമുക്കൊരു അമ്മയായിരിക്കുന്നതിനല്ലേ നമുക്കൊരു ഫീലിംഗ്, ഞാൻ ഒരു നല്ല അമ്മയാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തന്നെ തോന്നാനും ഈ ഒരു ഗ്രൂപ്പുകൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു പീപ്പിൾ മാർക്കും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് എന്നിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയുള്ള അമ്മമാരുടെ ഒരു കമ്മ്യൂണിറ്റി. നമുക്ക് അതിനകത്ത് ഒരുപാട് ഡിസ്കഷൻസ് നടത്താം. നമുക്ക് എങ്ങനെയാണ് പാരന്റിങ് നല്ല രീതിയിൽ കൊണ്ടുപോവാം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു കൂട്ടായ്മ നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഒരു സുഹൃത്തായാലും മതി. ഒരു സുഹൃത്ത് മാത്രമല്ല, നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇതേ പ്രായത്തിലുള്ള കുട്ടികളുള്ളത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഈ വാട്സാപ്പ് ചാനലിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നില്ല. ഓക്കെ, പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നിങ്ങളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു എന്താ പറയാ ലൈഫിൽ നിങ്ങളുടെ ഒരു പാരന്റിങ്ങിനും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിനൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ ലഭിക്കാനും ഈ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണമെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യവും നിങ്ങളുടെ ശാരീരികാരോഗ്യവും നന്നായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കുഞ്ഞും നല്ല രീതിയിൽ വളർന്നു വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അതുപോലെ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് ഒന്ന് എഴുതി നോക്കും. എനിക്ക് എന്തൊക്കെയാണ് തനിയെ ചെയ്യാൻ കഴിയുന്നത്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് എനിക്കൊരു സപ്പോർട്ട് വേണ്ടത് എന്നൊക്കെയുള്ളത് ഒന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കൂ. എന്തൊക്കെ കറണ്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കൂ, ഒന്ന് സംസാരിച്ച് നോക്കൂ. നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യും.